ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹോംലി വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു അടിപൊളി പൂരിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. പൂരിയുടെ റെസിപ്പി എന്ന് പറയുമ്പോൾ തന്നെ എന്താ ഇതിങ്ങനെ ഈ ഒരു കളറിലെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. ഇത് മുരിങ്ങയില കൊണ്ടുണ്ടാക്കിയ പൂരിയാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റിലുള്ള പൂരിയാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. മിക്സി ജാറിലേക്ക് ഒരു 2 കൈപ്പിടി അളവിൽ മുരിങ്ങേൻ്റെ ഇല ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മുരിങ്ങേൻ്റെ ഇലയുടെ ഒപ്പം തന്നെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു 2 പച്ചമുളകും അതേപോലെ തന്നെ ചെറിയ ജീരകവുമാണ്. ചെറിയ കൊത്തുകളായിട്ട് മുറിച്ച് വെച്ചിട്ടുള്ള ഈ ഒരു തേങ്ങാ കഷ്ണങ്ങളും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. 4-5 ചെറിയുള്ളി കൂടി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് വരാം. അപ്പോഴത്തേക്ക് ഞാനിവിടെ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഞാനിവിടെ 2 കപ്പ് അളവിൽ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത് നമ്മൾ ഈ മിക്സി ജാറിൽ അരച്ച് വെച്ചിരിക്കുന്ന ഈ ഒരു പേസ്റ്റാണ്. അപ്പോൾ അതെല്ലാം തന്നെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നോർമലായിട്ട് നമ്മൾ പൂരിക്ക് കുഴച്ചെടുക്കുന്ന ആ ഒരു മെത്തേഡ് തന്നെ അല്പം വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാവുന്നതാണ്. ഇളം ചൂടുള്ള വെള്ളത്തിൽ കുഴച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പൂരി ആണെങ്കിലും ചപ്പാത്തി ആണെങ്കിലും നല്ല പോലെ സോഫ്റ്റായിട്ട് വരും. അപ്പോൾ ഞാനിതിങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് തന്നെ പൊടിയുടെ കളറൊക്കെ മാറി ഒരു ഗ്രീൻ കളർ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതേപോലെ നമ്മൾ വെള്ളം ഒഴിച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതേപോലൊരു വലിയ ബോളാക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാനൊരു 15 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. ഈ ഒരു ബോള് നല്ല കളറിൽ, നല്ല ഗ്രീൻ കളറിൽ കിട്ടിയിട്ടുണ്ട്. 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ചെറിയ ബോളുകളാക്കി മാറ്റി നമ്മൾ നോർമലായിട്ട് പൂരിക്ക് ചെയ്തെടുക്കുന്ന മെത്തേഡിൽ തന്നെയാണ് ചെയ്യുന്നത്. ചെറിയ ബോളാക്കി എടുത്ത് ആ ബോളിനെ പരത്തി എണ്ണയിലിട്ട് കോരിയെടുക്കുന്നു. വേറെ മെത്തേഡൊന്നും തന്നെ ഇല്ല. അപ്പം ഇതേപോലെ തന്നെ നമ്മൾ കടായി വെച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ചെറിയ ബോളുകളാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു മിക്സ് നമ്മൾ പരത്തിയെടുത്ത് എണ്ണയിലിട്ട് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇത് നോർമൽ മെത്തേഡിൽ പരത്തിയെടുക്കുക. പരത്തുന്ന സമയത്ത് എണ്ണ വെച്ചോ അല്ലെങ്കിൽ അല്പം പൊടി വെച്ചോ നമുക്ക് പരത്തിയെടുക്കാവുന്നതാണ്. എണ്ണ വെച്ച് പരത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പൂരിയിൽ ഒട്ടും തന്നെ അടിയിൽ കരിഞ്ഞ പോലെ ഉണ്ടാവില്ല. ഞാനിവിടെ പൊടി ഉപയോഗിച്ചിട്ടാണ് പരത്തിയിരിക്കുന്നത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഈ ഒരു പൂരി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ്സ് അറിയിക്കാനും മറക്കാണ്ടിരിക്കുക. അപ്പോൾ എല്ലാവരും തുടർന്നും വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ഗ്രീൻ കളർ പൂരി റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ നല്ല ഹെൽത്തി ആയിട്ടുള്ള പൂരിയാണ്. മുരിങ്ങേൻ്റെ ഇലവർഗ്ഗങ്ങളൊന്നും തന്നെ കഴിക്കാത്തവർക്ക് ഇതേപോലെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും അവർ കഴിക്കും. ഇപ്പോൾ എൻ്റെ അശ്വൻ മുരിങ്ങേൻ്റെ ഇലയൊന്നും കഴിക്കാത്ത കുട്ടിയാണ്. പക്ഷേ ഇതേപോലെ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവൻ കഴിക്കും. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക.